വേദിയിലും സദസ്സിലുമുള്ള സ്നേഹവും ആദരവും നിറഞ്ഞ ബഹുമാന്യരെ, എൻസൈക്ലോപീഡിയ അഥവാ വിജ്ഞാനകോശങ്ങളെ കേരള സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച സ്ഥാപനമാണ് സംസ്ഥാന സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട്. മലയാളത്തിലെ വിസ്മയാവഹമായ പദസമ്പത്തിനെ അക്ഷരമാലാക്രമത്തിൽ ക്രോഡീകരിച്ചുകൊണ്ടാണ് സർവ്വവിജ്ഞാനകോശങ്ങൾ എന്ന ബൃഹത് ഗ്രന്ഥങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്നത്. വിജ്ഞാന സമാഹരണത്തിൻ്റെയും വിനിമയത്തിൻ്റെയും ഉദ്യമ മേഖലയിൽ നിന്ന് വിജ്ഞാന ഉൽപ്പാദനത്തിൻ്റെ ഡിജിറ്റൽ മേഖലയിലേക്കുള്ള ഒരു ഉറച്ച ചുവടുവയ്പ്പിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിൻ്റെ ഭാഗമായാണ് അറിവ് എന്ന യൂട്യൂബ് ചാനലും അക്കാദമിക ഗവേഷണ രംഗത്തിന് മുതൽക്കൂട്ടായി വൈജ്ഞാനികം എന്ന ജേണലും ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത്. ഈ ഉദ്യമത്തിൻ്റെ തുടർച്ചയായാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന മൂലക വിജ്ഞാനകോശവും. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നാം കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സകല ദ്രവ്യത്തിൻ്റെയും അടിസ്ഥാന ഘടകമായ മൂലകങ്ങളെക്കുറിച്ചുള്ളൊരു വിജ്ഞാനകോശം. ശാസ്ത്രസത്യങ്ങളും മിത്തുകളും എല്ലാം കുഴങ്ങിമറിഞ്ഞ ഒരു കാലത്ത് എങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായതെന്നും അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകമായ മൂലകങ്ങൾ രൂപപ്പെട്ടതെന്നുമെല്ലാം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ കൂടി ആവശ്യമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ആശയം ഉടലെടുത്തത്, അതിന് രൂപവും ഭാവവും എല്ലാം നൽകിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിരമിച്ച സീനിയർ എഡിറ്റർ ശ്രീമതി എസ് രാജലക്ഷ്മിയാണ്. മാഡം കെട്ടിപ്പടുക്കിയ ഒരു ശക്തമായ അടിത്തറയുടെ മുകളിൽ ഞങ്ങളിങ്ങനെ ഓരോ മൂലകവുമായി പറക്കി വെച്ച് അതിനൊരു വലിയൊരു കെട്ടിടമായി രൂപപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ശ്രീമതി രാജലക്ഷ്മിയുടെ ആ സ്വപ്ന പദ്ധതി ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചതിന് ഞങ്ങളോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിന്നീട് മാഡം വിരമിച്ച ശേഷം ഞങ്ങൾക്ക് അക്കാദമിക മാർഗ്ഗനിർദ്ദേശം നൽകിയത് യൂണിവേഴ്സിറ്റി കോളേജിലെ മുൻ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ സലാഹുദ്ദീൻ കുഞ്ഞ് സാറാണ്. ഒപ്പം വിമൻസ് കോളേജ് അധ്യാപകനായ ഡോക്ടർ രതീഷ് കെ, ആർട്സ് കോളേജിലെ അധ്യാപകനായ ഡോക്ടർ വിഷ്ണു വീസ് എന്നിവരുടെ അക്കാദമിക മാർഗ്ഗനിർദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ പുസ്തകം ഇന്ന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മൂലക വിജ്ഞാനകോശത്തെക്കുറിച്ച് കുറച്ച് പറയാൻ ഞാൻ എഴുതി വെച്ചെങ്കിലും സമയത്തിൻ്റെ പരിമിതി മൂലം ഇനി അത് പറയുന്നില്ല. അത് പുസ്തക പരിചയപ്പെടുത്തൽ ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗമായ ശ്രീമതി റിയാന അൻസാരി നടത്തുന്നതായിരിക്കും. പുസ്തകത്തെക്കുറിച്ച് ഒരു വരി പറയുകയാണെങ്കിൽ 118 മൂലകങ്ങളെയും ഞങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ചില കാര്യങ്ങളെങ്കിലും കൗതുകകരമായി ഉൾപ്പെടുത്താനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ മൂലകത്തെക്കുറിച്ചും ഏതാനും പേജുള്ള ഒരു പുസ്തകം തന്നെ എഴുതാൻ ഉണ്ടെന്നിരിക്കെ അതിന് കേവലം ഒരു 320 പേജിലേക്ക് ചുരുക്കുക എന്നുള്ളതൊരു ശ്രമകരമായ വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ആ ഒരു വെല്ലുവിളി നേരിടുന്നതിന് ഞങ്ങൾ കണ്ട ഒരു മാർഗം, ഇത് കേവലം അച്ചടി രൂപത്തിൽ മാത്രമല്ല, ഒരു ഓഡിയോ ബുക്കിൻ്റെ രൂപത്തിലും പിന്നീട് ഈ രാസപ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ചിത്രീകരണത്തിലൂടെയുള്ളൊരു ഡിജിറ്റൽ ബുക്ക് രൂപത്തിലും കൂടി മൂലക വിജ്ഞാനകോശത്തെ തയ്യാറാക്കി പൊതുജന സമക്ഷം എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മൂലക വിജ്ഞാനകോശ നിർമ്മിതിയിൽ ഒപ്പം നിന്ന എല്ലാവരോടുള്ള നിറഞ്ഞ സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ഈ മൂലക വിജ്ഞാനകോശം പ്രകാശനത്തോടൊപ്പം തന്നെ വൈജ്ഞാനികം എന്ന നമ്മുടെ അക്കാദമിക് ജേണലിൻ്റെ 3ാം പതിപ്പും ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. മനഃശാസ്ത്രത്തെ അധിഷ്ഠിതമായുള്ള ഒരു പതിപ്പാണ് ഇത്തവണത്തെ 3ാം പതിപ്പ് വൈജ്ഞാനികം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് അധ്യക്ഷ പദം അലങ്കരിക്കുന്ന സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ മ്യൂസ് മേരി ജോർജ്. അലങ്കാരങ്ങളുടെ ഒന്നും ആവശ്യമില്ല, നമ്മൾക്ക് ഏവർക്കും അറിയാം. പ്രവർത്തനത്തിലെ ഊർജ്ജസ്വലതയാണ് മാഡത്തെ ഏറെ ആയ വ്യക്തിത്വമാക്കി മാറ്റുന്നത്. ഇന്ന് സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നത് മലയാളത്തിൻ്റെ ഒരു സാംസ്കാരിക കേരളത്തിൽ എവിടെയെങ്കിലും അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഇത്രയും ജനകീയ പിന്തുണ ലഭിച്ചതിൽ ഏറെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ശ്രീമതി മ്യൂസ് മേരി മാഡമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടറിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം പറയുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച വിജ്ഞാനകോശം സ്വീകരിക്കാനായി ഇവിടുത്തെ ചേർന്ന ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ് IAS അവർകളെയാണ്. സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയവും സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് ഒരേ സ്ഥലത്താണ് എന്ന് മാത്രമല്ല, നമ്മുടെ വിജ്ഞാനകോശങ്ങളിലെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളും അധ്യാപക സമൂഹവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും അർത്ഥപൂർണ്ണമാവുകയും ചെയ്യുന്നു. ശ്രീ ഷാനവാസ് IAS അവർകളെ ആദരവോടെ ഈ പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം പറയുന്നത് സാംസ്കാരിക കാര്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി മിനി ആൻ്റണി IAS മാഡത്തിനാണ്.
മാഡം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി എപ്പോഴും രംഗത്തുള്ള ഒരു വ്യക്തിത്വമാണ്. ഞങ്ങളുടെ വൈജ്ഞാനികം ജേണൽ സ്വീകരിക്കുന്നതിനും ആശംസകൾ കൈമാറുന്നതിനുമായി എത്തിച്ചേർന്ന ശ്രീമതി മിനി ആൻ്റണി IAS മാഡത്തെ സ്വാഗതം ചെയ്യുന്നു. സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഏറെ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ, അദ്ദേഹം കഴിഞ്ഞൊരു വർഷം മുൻപ് നമ്മളെ എഡിറ്റർമാരെ എല്ലാം നേരിൽ കണ്ട് സംസാരിച്ച് ആവശ്യമായ എല്ലാ പിന്തുണയും സർവ്വവിജ്ഞാനകോശത്തിൻ്റെ മുന്നോട്ടുള്ള ജൈത്രയാത്രയ്ക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആദരണീയനായ മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ, അദ്ദേഹം ഇന്ന് ഈ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഏറ്റവും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ആശംസിക്കുന്നത് ഡോക്ടർ ജിജു പി അലക്സിനാണ്. സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ചും സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി എപ്പോഴും പ്രചോദനാത്മകമായ പിന്തുണ നൽകുന്ന ജിജു സർ, ഡോക്ടർ പി ജിജു അലക്സിനെ ഈ വേദിയിലേക്ക് ഹാർദമായി ഏറ്റവും വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ശ്രീമതി എൻ മായ IFS അവർക്കാണ്. കേരളീയം പരിപാടിയുടെ കോർഡിനേറ്റർ കൂടിയായ മാഡം ആ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നു. മാഡത്തെയും ഏറ്റവും ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഇനി സ്വാഗതം ആശംസിക്കുന്നത് ഞങ്ങളുടെ AO ആയിരുന്ന ശ്രീമതി ജലജകുമാരി മാഡമാണ്. മാഡം എത്തിച്ചേർന്നിട്ടില്ല. മാഡത്തിനും ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം സ്വാഗതം പറയുന്നത് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്ന മൂലക വിജ്ഞാനകോശത്തിൻ്റെ നമ്മുടെ പുതിയ AO ശ്രീ അനിൽ സാർ ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് പഴയ AO പോയത്, പുതിയൊരു AO വന്നതും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് മൂലക വിജ്ഞാനകോശത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗം ശ്രീമതി റിയാന അൻസാരിയാണ്. സബ് എഡിറ്റർ കൂടിയായ ടീച്ചറിനെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ചടങ്ങിന് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നത് ശ്രീ S രാജേഷ് കുമാർ സാറാണ്. അദ്ദേഹവും മൂലക വിജ്ഞാനകോശത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗമാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഒപ്പം ഇവിടെ സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഓരോരുത്തരെയും സർവ്വവിജ്ഞാനകോശം കുടുംബത്തിൻ്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ അതിഥികൾ, സഹപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ ആദരണീയനായ ഏറ്റവും ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ S ഷാനവാസ് IAS, നമ്മളുടെ സാംസ്കാരിക പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി മിനി ആൻ്റണി IAS, സാംസ്കാരിക ഡയറക്ടർ ശ്രീമതി N മായ IFS, നമ്മളുടെ പ്ലാനിംഗ് ബോർഡ് അംഗം, നമ്മളുടെ സർവ്വവിജ്ഞാനകോശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഡോക്ടർ ജിജു പി അലക്സ് സർ, നമ്മളുടെ AO ശ്രീ അനിൽ ആൻ്റണി സർ, രാജേഷ് കുമാർ സർ, റിയാന, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വേദിയിലുള്ള KJ തോമസ് പോലെയുള്ള ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ അദ്ദേഹം വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അക്കാഡമിക് പേഴ്സൺസ്, സലാഹുദ്ദീൻ സാറിനെയും രതീഷ് സാറിനെയും വിഷ്ണു സാറിനെയും പോലെയുള്ള അക്കാദമിക് വ്യക്തിത്വങ്ങൾ, ശ്രീമതി രാജലക്ഷ്മി, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ വാക്ക് കൃത്യമായി 3 വാക്കിൽ ഒതുങ്ങാൻ ആഗ്രഹിക്കുകയാണ്. വളരെ തിടുക്കത്തിൽ ആണ് നമ്മൾ ഈ പുസ്തകം തയ്യാറാക്കിയത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് നവംബർ മാസത്തിലാണ് ഈ പ്രോജക്റ്റ് എടുത്തത്. ഇത് മാറ്റിവെക്കപ്പെട്ടിരുന്ന ഒരു പ്രോജക്റ്റായിരുന്നു. അതിൻ്റെ കാരണം ശ്രീമതി രാജലക്ഷ്മി, അസിസ്റ്റൻ്റ് എഡിറ്റർ രാജലക്ഷ്മിക്ക് കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയത്തോടുള്ള താല്പര്യം, എനിക്കും കെമിസ്ട്രി വളരെ ഇഷ്ടമാണ്. ജീവിതത്തിന് തന്നെ രസതന്ത്രം വേണം, അതോടൊപ്പം തന്നെ ശാസ്ത്രത്തിനോടും ആ വിഷയത്തോട് അസാധാരണമായ ഒരു പ്രേമം എനിക്കും ഉണ്ടായിരുന്നു. ഏതായാലും അത് രാജലക്ഷ്മി വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. തൻ്റെ പ്രവർത്തനത്തിന് സലാഹുദ്ദീൻ സാറിനെയും വിഷ്ണു സാറിനെയും രതീഷ് സാറിനെയൊക്കെ പോലെയുള്ള അക്കാദമിക് പേഴ്സണാലിറ്റീസിനെയും കൂടെ ചേർത്തുകൊണ്ട്, ഏറ്റവും ഒരു യങ് ടീമിനെ കൂടെ ചേർത്തുകൊണ്ടാണ് രാജലക്ഷ്മി തൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. രാജലക്ഷ്മി ഏപ്രിൽ റിട്ടയർ ചെയ്തു. പക്ഷേ ഈ പ്രോജക്റ്റ് മുടങ്ങിയില്ല. അതിന് എൻ്റെ എഡിറ്റേഴ്സിനോടും നമ്മുടെ പ്രൊഡക്ഷൻ വിങ്ങിനോടും വളരെ നന്ദിയുണ്ട്. കാരണം സ്വാഭാവികമായും പെട്ടെന്ന് അമരത്ത് നിന്ന് ആളും പോയി കഴിയുമ്പോൾ ഒരു ചെറിയ ചാഞ്ചാട്ടം വരാം. പക്ഷേ ശ്രീമതി ലിൻസ അവർ MSc ബയോടെക്നോളജിക്കാരിയാണ്. ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും റിയാനയും രാജേഷ് സാറും ഒക്കെ കൂടെ നിന്ന്
അതിനെ വളരെ സക്സസ്ഫുള്ളായി മുന്നോട്ട് കൊണ്ടുപോയി. ഈ സലാഹുദ്ദീൻ സാറിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം എനിക്കൊന്ന് എത്രയോ സമയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിൻ്റെ വായനയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു സർജറി അദ്ദേഹം കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഈ വിഷയത്തോടും പുസ്തകത്തോടുള്ള താല്പര്യം കൊണ്ട് നിന്നു. വിഷ്ണു സാറും രതീഷ് സാറും ഈ ഇതിലൂടെ സംശോധന നടത്തി. കാരണം ഇതൊരു ശാസ്ത്ര വിഷയമാണ്. എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് എനിക്ക് വായിച്ചാൽ അത് മനസ്സിലാവില്ല. അപ്പോൾ ഇന്ന് പീരിയോഡിക് ടേബിൾ, എനിക്കൊന്ന് കെമിസ്ട്രി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ബേസിക്കാണ് കാര്യമാണ് പീരിയോഡിക് ടേബിൾ. ആറ്റമിക സംഖ്യയുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് ഈ പ്രപഞ്ചം തന്നെ മൂലകങ്ങൾ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇല്ല. കാരണം നമ്മൾ ഇടപെടുന്ന എല്ലാ സാധനവും ഈ മൂലകങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനെക്കുറിച്ചുള്ള അഭിപ്രായം 118 മൂലകങ്ങളെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഒപ്പം ആമുഖമായിട്ട് മൂലക പഠനത്തിനുള്ള ജനറലായിട്ടുള്ള ചില ഇൻട്രൊഡക്ഷനും ചേർത്തിട്ടുണ്ട്. വളരെ നന്നായി ഇത് പോയി. കഴിഞ്ഞ 1.5-2 മാസമായി നമ്മുടെ പ്രൊഡക്ഷൻ വിങ്ങിലുള്ള DTPക്കാരും പ്രൂഫുകാരും എഡിറ്റേഴ്സും എല്ലാം ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയാവുന്നത് പോലെ ഓഫീസിലാണ്. എല്ലാ അവധി ദിവസവും അവരവിടെയാണ്. രാത്രി 9 മണി 9:30 വരെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചില ഫയലുകൾ സേവ്ഡ് ആയി പോകുന്നില്ല. അപ്പോൾ കരഞ്ഞ് നിലവിളിച്ചാണ് പലപ്പോഴും ആളുകൾ സംസാരിക്കുന്നത്. അപ്പോൾ കാരണം അത്രയ്ക്ക് സിൻസിയറായി ചെയ്തുകൊണ്ട് ഒരു കാര്യം അപ്രത്യക്ഷമാകുന്നു. എവിടെ ഒന്നോ വൈറസ് കയറി പ്രശ്നം ഉണ്ടാക്കുന്ന അവസാനം ലാസ്റ്റ് മൊമെൻറ്റിൽ പിന്നെ ഇൻഡിസൈനൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ആ വിഷയം പരിഹരിച്ചു. ആ ഒരു നിശ്ചയദാർഢ്യത്തെ ഞാൻ ഇടപെടുന്ന എൻ്റെ ഈ സഹപ്രവർത്തകരോടുള്ള ഒത്തിരി സന്തോഷം ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ എന്ന് രേഖപ്പെടുത്തുകയാണ്. അവരുടെ ഡിറ്റർമിനേഷൻ ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഫുൾഫിൽ ആവില്ല. കറക്റ്റ് 1 വർഷം ആകാൻ പോകുമ്പോൾ നമ്മൾ പുസ്തകമായി കഴിഞ്ഞു. ഒപ്പം സിയാപ്റ്റിനോടും നന്ദിയുണ്ട്. കാരണം സിയാപ്റ്റ് ഇത് ഏറ്റെടുത്ത് വളരെ ഷോർട്ട് ടൈം കൊണ്ടാണ് അവരിപ്പം നമുക്കിത് തന്നിരിക്കുന്നത്. ഒറിജിനൽ കോപ്പി 6-ാം തീയതി കിട്ടും. ഇത് ഡിജിറ്റൽ പ്രിൻ്റാണ്. പക്ഷേ കണ്ടാന്നൊന്നും തോന്നുന്നില്ല. ഏതായാലും അതോടൊപ്പം തന്നെ ഇന്ന് വൈജ്ഞാനിക ജേണൽ, അതിൻ്റെ 3-ാം ലക്കമാണ് നമ്മൾ ഇന്ന് ഇറങ്ങുന്ന 3 മാസം കൂടുമ്പോൾ ഇറങ്ങുന്ന ജേണലാണ്. ഈ പ്രാവശ്യം സാമൂഹ്യ മനഃശാസ്ത്രമാണ് ത്രസ്റ്റേറിയ. അതിൻ്റെ എഡിറ്റർ ഡോക്ടർ സുവർണയാണ്. സുവർണ ഒരു മനഃശാസ്ത്രത്തിൽ PhD ഉള്ളയാളാണ്. അപ്പോൾ സുവർണ തൻ്റെ ആ കർത്തവ്യം നന്നായിട്ട് നിർവഹിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമുള്ളത് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനോടും ഈ അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യത്തോടുമാണ്. നമ്മളുടെ പ്രവർത്തനങ്ങളോട് അദ്ദേഹം ആ ഓഫീസും പുലർത്തുന്ന ഒരു കരുതലില്ലെങ്കിൽ നമുക്കിത് ഇത്ര പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്ര ഗ്ലാമറുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഒന്നുമല്ല ഈ എൻസൈക്ലോപീഡിയ. പക്ഷേ അത് എല്ലാ അർത്ഥത്തിലും ആ ഡിപ്പാർട്ട്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഓഫീസ് അത് നമ്മളെ കൂടെ നിൽക്കുന്നു. നമ്മളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി മിനി ആൻ്റണി IAS. എന്നെ സംബന്ധിച്ച മിനി ആൻ്റണി IAS സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് ഒരു ഹോസ്റ്റലിൽ താമസിച്ച. പക്ഷേ ഇപ്പം അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ഹോസ്റ്റലിൽ അടുത്തടുത്ത മുറികളിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. ഞങ്ങൾ കത്തെഴുതിക്കൊണ്ടിരുന്ന, നല്ല കവിയാണ്, എഴുതിക്കൊണ്ടിരുന്ന ഒരു സമയമുണ്ട്. അപ്പം മിനി ആൻ്റണിയുടെ ഒപ്പം ഉണ്ടാകുക എന്ന് പറയുന്നത്, അതുകൊണ്ട് മാഡം എന്ന് വിളിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ഓക്കടാണ്. മിനി എന്ന് വിളിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് ശ്രീ ഷാനവാസ് സാർ, എനിക്കൊന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് സത്യത്തിൽ നമ്മളുടെ ഈ പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ ഒരു സഹായം. അവരില്ലായെങ്കിൽ ഈ പുസ്തകങ്ങളെല്ലാം ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ. ഈ അറിവിനെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ നമുക്ക് ഏറ്റവും സഹായം പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പോൾ ഷാനവാസ് സാറുണ്ട്, നമ്മളുടെ ഡയറക്ടർ. ഇത്രയും ചുറുചുറുക്ക് ചിലപ്പോൾ ഞാൻ പറയാം, എൻ്റെ മാം ഇത്രയും അധികം അധ്വാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി വഴി ബ്രേക്ക് ഡൗൺ. അങ്ങനെ കുറച്ച് ദിവസമായി കേരളീയത്തിൻ്റെ പരിപാടിയിൽ ഇതുപോലെ രാത്രി 11 മണി 12 മണി, ഇന്നലെ രാത്രി ഞാൻ വിളിക്കുന്നത് രാത്രി 12:30ക്കാണ് വിളിക്കുന്നത്. അപ്പോൾ അതിനോടൊക്കെ സമാധാനപരമായി മറുപടി വരുന്നത് നല്ല വളർന്നു വരുന്ന ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് നമ്മളോടൊപ്പം ഉള്ളത്. പിന്നെ എൻ്റെ സഹപ്രവർത്തകർ രാജേഷ് സാറുണ്ട്, പുതിയ AO അനിൽ സാറുണ്ട്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ വിങ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഈ പ്രസ്ഥാനം നന്നായി പോകുന്നത്. എല്ലാവരോടുമുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. അറിവ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട് നമ്മളിന്ന് ചെറിയ വളരെ തൊലിപ്പറമയുള്ള ചില സന്തോഷങ്ങളാണ് ജീവിക്കുന്നത്. യഥാർത്ഥ അറിവ്, വിസ്ഡം, ജ്ഞാനം സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നോളജ് സെൻ്ററായി എൻസൈക്ലോപീഡിയ വളരുന്നതിന് സാധിക്കട്ടെ. എല്ലാ ആശംസകളും. ഇത് പ്രകാശനം ചെയ്യുന്നതിന്, നമ്മുടെ മൂലക വിജ്ഞാനകോശം പ്രകാശനം ചെയ്യുന്നതിന് നമ്മളുടെ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ മിനിസ്റ്ററേയും നമ്മളുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് സാറിനെ ക്ഷണിക്കും. സമയം എത്ര മണിക്ക് മാഡം? ഇനി 7 മിനിറ്റ് ഉള്ളൂ. സ്പീക്കറിൻ്റെ ബെല്ല് ഇനി 7 മിനിറ്റ് കൂടെ ഉള്ളു. അടി
വേദിയിലുള്ള അധ്യക്ഷ ഡോക്ടർ മ്യൂസ് മേരി ജോർജ്, സ്വാഗതം പറഞ്ഞ ശ്രീമതി KN ലിൻസ, പുസ്തകം സ്വീകരിക്കുന്ന ശ്രീ S ഷാനോസ് IAS, പ്രിയപ്പെട്ട ശ്രീമതി മിനി ആൻ്റണി IAS, ശ്രീമതി N മായ IFS, ഡോക്ടർ ജിജു P അലക്സ്, ശ്രീമതി ജലജകുമാരി, S രാജേഷ് കുമാർ, സദസ്സിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസ്ഥാന ഗവൺമെൻറ് ഇന്നലെ ആരംഭിച്ച കേരളത്തെ അറിയാനുള്ള കേരളീയം പരിപാടിയുടെ ഭാഗമായിട്ട് കൂടിയാണ് നിയമസഭ മുൻകൈയിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AM ഷംസീർ മുൻകൈയെടുത്ത് വളരെ വിപുലമായ ഒരു പുസ്തകോത്സവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പുസ്തകോത്സവത്തിൽ വെച്ച് തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് ഒരു സന്തോഷകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളെയും അതിന് മികവുള്ള കേന്ദ്രങ്ങളാക്കി, മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള വലിയൊരു പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര പരമാധികാര അവകാശങ്ങൾ അവർക്കുള്ളപ്പോൾ തന്നെ അതിൻ്റെ ദൈനംദിന നടത്തിപ്പിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലും കാര്യമായ ഒരിടപെടൽ ഈ കാലയളവിൽ നടത്താൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ്, അതിൻ്റെ സെക്രട്ടറി, അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ വകുപ്പ്, മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം യോജിച്ചു നിന്നുള്ള ഒരു പ്രവർത്തനമാണ് ഈ മേഖലയിൽ ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർവജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രസക്തിയുള്ള, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ്. മലയാളത്തിലൊരു വിജ്ഞാനകോശം തയ്യാറാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സ്ഥാപനമാണ്. ഇന്ന് വൈജ്ഞാനിക മേഖലയെ മലയാളത്തിന് പ്രാപ്യമാക്കുന്നതിൽ നിർണായകമായ പങ്കാണ് തീർച്ചയായിട്ടും നമ്മുടെ സർവ്വവിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ മികച്ച തലത്തിലേക്ക് രൂപാന്തരപ്പെടുത്താൻ ഉള്ള പരിശ്രമത്തിൻ്റെ ഒരു നല്ല ഉദ്യമമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ആദ്യ ലക്ഷ്യം നമ്മൾ നേരത്തെ തന്നെ സർവ്വവിജ്ഞാനകോശം എന്ന ആദ്യ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ അതിൻ്റെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഒരു പുതിയ വികസനോന്മുഖമായ ഒരു മേഖലയിലേക്ക് അത് പ്രവേശിക്കുകയാണ്. തീർച്ചയായിട്ടും ആ വികസനോന്മുഖമായ പുതിയ മേഖലയിൽ സാഹിത്യം, സാമൂഹ്യ ശാസ്ത്രങ്ങൾ, ജീവശാസ്ത്രം, ഭൗതിക ശാസ്ത്രം, ഗ്രാമീണകല, സംസ്കാരം തുടങ്ങിയ എല്ലാ വിഷയങ്ങളെ അതിൽ അധിഷ്ഠിതമായിട്ടുള്ള വിജ്ഞാനകോശങ്ങളുടെ പ്രകാശനങ്ങൾ അല്ലെ പ്രസിദ്ധീകരണങ്ങൾ അതിലേക്ക് കൂടി ശ്രദ്ധ പുലർത്തിക്കൊണ്ട് പോവുക എന്നതാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന മെച്ചപ്പെട്ട മറ്റൊരു പ്രവർത്തനം. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് സർവജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന മൂലക വിജ്ഞാനകോശത്തിൻ്റെ പ്രകാശനം. അതാണ് ഇന്നിവിടെ നടക്കുന്നത്. ടീച്ചർ വളരെ ഹൃദ്യമായ ആമുഖമായി അതിൻ്റെ സംഘാടനത്തെപ്പറ്റി ഇവിടെ പ്രതിപാദിച്ചു. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശാസ്ത്ര പഠനം, പ്രത്യേകിച്ച് രസതന്ത്രം പഠിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ പ്രയോജനകരമായ ഒരു പുസ്തകമാണ് മൂലക വിജ്ഞാനകോശം. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിതമായിരിക്കുന്നത് മൂലകങ്ങളുടെയാണ് എന്ന് പ്രതിപാദിക്കുന്ന ഒരു വളരെയേറെ പ്രാധാന്യവും പഠനാർഹവുമായ ഒരു പുസ്തകമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അത് പഠിക്കുകയും ചെയ്യുക എന്നതും അതിനോട് ശാസ്ത്രബോധം വളർത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വർത്തമാനകാലത്ത് ശാസ്ത്രവും യുക്തിയും ഒക്കെ തള്ളപ്പെട്ടു പോകുന്ന ഒരു നാട്ടിൽ തീർച്ചയായിട്ടും ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക ഉയർച്ച കേരളം ദർശിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ നമ്മൾ ആവിഷ്കരിക്കുന്ന പല പരിപാടികൾ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കാലാനുസൃതമായ ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ നാടിൻ്റെ പുരോഗതി. ഇന്നലെ തന്നെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഒരു
വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗത്തിൽ വന്നൊരു പോയിന്റ്, ലോകത്തിലെ പല രാജ്യങ്ങളോടും കിടപിടിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് കേരളമാണ്. അതൊരു വലിയ മഹാത്ഭുതമായിട്ടൊന്നും ആരും കാണണ്ട. അതിപ്പം പറയുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ആവുമോ? ഞാൻ ഈ അടുത്ത സമയത്ത് പ്രസംഗിച്ച് ഞാൻ പറഞ്ഞു, വലിയ കാലതാമസമില്ല സിംഗപ്പൂരും ദുബായേക്കാളൊക്കെ മുന്നിൽ കേരളം വരും. വലിയ വലിയ അത്ഭുതത്തോടുകൂടിയാണ് കേരളത്തിലൊരു പത്രം പിറ്റേ ദിവസം തമാശയായി കളിയാക്കിയവരെഴുതി. ഞാനതിൽ ഉറച്ചു നിൽക്കുകയാണ്, കാരണം ഞാൻ ഈ 2 സ്ഥലത്ത് പോയിട്ടുണ്ട്. അവർക്ക് അടിസ്ഥാനപരമായി ഒരു പ്രൊഡക്റ്റീവ് സെക്ടറും ഇല്ല. പക്ഷെ ഇവിടെ പ്രൊഡക്റ്റീവ് സെക്ടർ മാത്രമല്ല, എല്ലാ മേഖലയിലും ലോകത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലകളുള്ള ഒരു സ്റ്റേറ്റാണ്. നമ്മുടെ 600 കിലോമീറ്റർ കടൽ മാത്രം മതി, 60% ജലമുള്ള ഒരു സംസ്ഥാനത്ത്. നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ എത്ര എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞാൽ അതിലേക്ക് പോവല്ല. നമ്മുടെ ടൂറിസത്തിന് അനന്ത സാധ്യത എന്താ സംഭവിച്ചത് അതിനെക്കുറിച്ചൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ സംഭവിച്ച അടിസ്ഥാന സൗകര്യ വികസനം ഇല്ലാതായിപ്പോയി. അതാണ് പ്രശ്നം. നല്ല റോഡില്ല, നല്ല പാലമില്ല, നല്ല ഒരു അടിസ്ഥാന വികസനം ഇല്ലാതായിപ്പോയി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, 3 വർഷം കഴിയുമ്പോൾ ഈ ഗവൺമെൻറ് കാലാവധി അവസാനിക്കുമ്പോൾ കേരളത്തിൽ അടിസ്ഥാന വികസനം കംപ്ലീറ്റ് ആകും. പൂർണ്ണമാകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സാധ്യത വെച്ചിട്ട് നാഷണൽ ഹൈവേ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ദേശീയ ജലപാത. ഈ ദേശീയ ജലപാതയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 കിലോമീറ്ററൊക്കെ പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ 300 കിലോമീറ്റർ 50% പൂർത്തീകരിച്ച്. എന്താണ് അച്ചീവ്മെൻ്റ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്? ഇപ്പം ഈ വിഴിഞ്ഞം തുറമുഖം, ഇവിടെ സിംഗപ്പൂർ പോർട്ടിനെ ഒറ്റ കാര്യം കൊണ്ടാണ് ആ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യമായി നമ്മൾ പറയുന്നത്. ഒറ്റ കാര്യം. അതിനേക്കാൾ എത്രയോ വലിയ അച്ചീവ്മെൻ്റാണ്, എത്രയോ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കേരളത്തിലെ വിഴിഞ്ഞം. അതിലേക്ക് പോകല്ല. അപ്പോൾ ഈ കേരളം ഒരു വിഷനുണ്ട്. കേരളത്തിൻ്റെ വിഷൻ എന്താണെന്ന് വെച്ചാൽ 5-10 വർഷം കൊണ്ട് ലോകത്തോട് മത്സരിക്കാൻ കഴിയുന്ന സ്റ്റേറ്റായി കേരളത്തെ മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ ഉയർച്ച ശക്തിപ്പെടുത്തോടൊപ്പം അടിസ്ഥാന വികസനം ശക്തിപ്പെടുത്തി, അതോടൊപ്പം നമ്മുടെ സാധ്യതകളെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫിഷറീസ്, നമ്മുടെ ടൂറിസം, നമ്മുടെ IT, നമ്മുടെ സാധ്യതകളെ നമുക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ആ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഒരു നാടിൻ്റെ പുരോഗതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സൂചനകളാണ് ഈ നാട്ടിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൂതനമായ ആശയങ്ങൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നിൽക്കുന്നതിൽ ഒരുപാട് മാറണം. ഇവിടെ ഒരുപാട് ആളുകൾ വിമർശിക്കുകയാണ്. ഞാൻ അതിന് മറുപടി പറയല്ല. കേരളീയത്തെ സംബന്ധിച്ച് വിമർശിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവർ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. ഇതാണ് ദുബായ് ഫെസ്റ്റ് നടത്തുന്നത്. ഇന്നിപ്പോൾ ഷാർജ ഫെസ്റ്റ് ആരംഭിച്ചു. ഇവിടെയൊക്കെ പോണ ആളുകൾ, നമ്മളിതിന് വലിയ ചിലവൊന്നുമില്ല. ഇവിടെ മുടക്കുന്ന പണത്തിൻ്റെ എത്രയോ 10 മടങ്ങാണ് ദുബായ് ഫെസ്റ്റ് മുടങ്ങുന്നത്. എന്തിനാണ്? ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റാണ്. ഞാനിപ്പോൾ പറയുന്നത് ഈ ഫെസ്റ്റ് പോരാ. ഇവിടെ ഈ ഫെസ്റ്റ് ഒന്നും കൊണ്ട് പോരാ. ഇൻ്റർനാഷണൽ ഫെസ്റ്റ് വേണം, കേരളീയ ഫെസ്റ്റ്. കാരണം ഈ ലോകം അറിയണം കേരളത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, കേരളം എന്താണെന്ന് മനസ്സിലാക്കണം. ഏത് കാര്യത്തെ നമ്മൾ നിഷേധത്തിൻ്റെ ഭാഷയിൽ നമ്മൾ വിമർശിക്കാൻ പാടില്ല. അതിൻ്റെ ശരിമയും അതിലൂടെ കേരളത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ജനമൊന്നും അംഗീകരിക്കില്ല. ഇന്നലെ മുതൽ ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ ഒഴുകുന്ന ജനത, ഇന്ന് ഞാൻ രാവിലെ ഉച്ചയ്ക്ക് കൂടെ വന്നു, എത്ര ആയിരക്കണക്കിന് ആളാണ് ഈ പുസ്തകോത്സവത്തിൽ വന്നത്. കേരളത്തിലെ ജനങ്ങളുടെ മനോഭാവമാണ്. കേരളം ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾക്കൊരു വിഷനുണ്ട്. അത് ആര് ഭരിക്കുന്നുള്ള പ്രശ്നം. നമുക്ക് പുരോഗതിയിലേക്ക് പോകണം, നല്ല ഒരു നാളെ കെട്ടിപ്പടുക്കാൻ കഴിയണം. അതിന് നൂതന ആശയങ്ങൾ അനിവാര്യമാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ആധുനികവൽക്കരണത്തിൻ്റെ ഒരു വലിയ അനന്തമായ സാധ്യതകളെ കേരളം പ്രയോജനപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ പുതിയ തലങ്ങളിലേക്ക് നമുക്ക് ഓടിക്കയറാൻ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ലളിതവും ആയാസകരവുമായ പദ്ധതികളിലൂടെ, പ്ലാനുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. അതിന് തീർച്ചയായിട്ടും ശാസ്ത്രത്തെ നമുക്ക് ആശ്രയിച്ചാൽ മതിയാവും. ശാസ്ത്രത്തെ ആശ്രയിക്കാതെ ഒരു ഡെവലപ്മെൻറ്റ്സും ഉണ്ടാകില്ല. സാമൂഹ്യമായ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിരിക്കണം, യുക്തിയിൽ അധിഷ്ഠിതമായിരിക്കണം. സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാകണമെന്നും ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിരിക്കണം. വിജ്ഞാന രംഗത്ത് വലിയ തരത്തിലുള്ള ഇന്നോവേഷൻസ്, വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഇവിടെ നിന്നുള്ള കുട്ടികൾ അങ്ങോട്ട് എന്തിനാണ് പോകുന്നത്? അവിടെ നിന്നുള്ള കുട്ടികൾ ഇങ്ങോട്ട് വന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റായിട്ട് കേരളത്തെ മാറ്റാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കേണ്ടത്. അങ്ങനെയാണ് ഗവൺമെൻറ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന തലങ്ങളിലേക്ക് കേരളം മാറുകയാണ്. മാറ്റണം. നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ നിലവാരത്തിൽ വലിയ മാറ്റം ഉണ്ടായി. തീർച്ചയായിട്ടും അതിനെല്ലാം ഒരു കാരണം ആയി നമ്മൾ കാണേണ്ടത് നമ്മുടെ നാട് പുരോഗതിയിലേക്ക് പോകാൻ പുതിയ സാധ്യതകളെ നമുക്ക് തേടാൻ കഴിയുന്ന അവസ്ഥ സൃഷ്ടിക്കണം. ഇവിടെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ സ്ഥാപനത്തെയും എന്തെങ്കിലും ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പേരിന് വേണ്ടി അല്ല ഞങ്ങളിപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചു. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ ലളിതകല അക്കാദമി അല്ലെങ്കിൽ ഫോക്ലോർ അക്കാദമി അല്ലെങ്കിൽ ഇവിടെ
നമ്മുടെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തൊക്കെയാണോ കേരളത്തിലെ ജനങ്ങൾ അതുവഴി നേടേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ആ മേഖലയാണ് അവർ പ്രവർത്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഫോക്ലോർ അക്കാദമി, ഇപ്പോൾ ഞാൻ പറയാമല്ലോ, അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എത്ര 100 കണക്കിന് കേരളത്തിൽ മൺമറഞ്ഞു പോയ കലാരൂപങ്ങളെയാണ് ഫോക്ലോർ വഴി ഞങ്ങളിപ്പോൾ സ്വീകരിച്ച് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കേരളീയം പരിപാടിയിൽ ഏറ്റവും ശ്രദ്ധേയമായ പിന്നെ സാംസ്കാരിക പരിപാടികൾ ഒരുപാട് നടക്കുന്നുണ്ട്. എല്ലാം സന്ദർശിക്കേണ്ടത് നിങ്ങൾ. കേരളം കാണാത്ത, നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾ കേരളത്തിലെ ജനസമൂഹത്തിന് മുമ്പിൽ, ലോകത്തിന് മുമ്പ് അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരമൊരു ഘട്ടത്തിൽ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സർവ്വജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ ഏറ്റവും നല്ല ഒരു പുസ്തകം, വൈജ്ഞാനിക മേഖലയിലെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ്. അതിനെല്ലാവിധമായ ആശംസകളും തരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഗവൺമെൻറ്റിനുള്ള നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ പ്രകാശന ചടങ്ങ് നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വസ്തുതകളുടെ പരമാർത്ഥത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൻ്റെയും സത്യത്തിലേക്ക് സൂക്ഷ്മദർശനം നടത്തുമ്പോൾ ഉരുത്തിരിയുന്ന സിദ്ധാന്തങ്ങളെ തരംതിരിച്ച് വ്യവഹരിക്കുന്നതാണ് ശാസ്ത്രം. ഏതൊന്നിൻ്റെയും നിർമ്മാണത്തിലും അവതരണത്തിലും ആനന്ദസന്ദായകമാകുമാറ് പ്രയോഗിക്കുന്ന അനുഗ്രഹീതമായ പാടവത്തിന് കല എന്നും പറയുന്നു. ഒരു ശാസ്ത്ര തത്വത്തെ അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ വിശകലനം ആവശ്യമുള്ള ഒരു കാര്യത്തെ കലാപരമായ മേന്മയോടുകൂടി അവതരിപ്പിക്കുക എന്ന കർത്തവ്യമാണ് ഇവിടെ ശ്രീമതി മ്യൂസും സഹപ്രവർത്തകരും ചേർന്ന് നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് സന്തോഷത്തോടെ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ശാസ്ത്രവും കലയും തമ്മിൽ ഒരു നല്ല കെമിസ്ട്രി വന്നു ചേർന്ന ഒരു സന്ദർഭമാണ്. മനോഹരമായ ഒരു ദൗത്യം. ഇതുമായി ബന്ധമില്ലെങ്കിൽ പോലും ഈ ഒരു മൂലകം അല്ലെങ്കിൽ ഏതിൻ്റെയും അടിസ്ഥാനമാകുന്ന ആ ഒരു ഏകകം, അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ പ്രശസ്തമായ വരികൾ, സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്ക് ഒരു പെൻഡുലമാടുന്നു, ജീവിതം ഇത് ജീവിതം, ആ വരികളാണ് വന്നത്. അത് ബിന്ദുവാണ്, പക്ഷേ ഇവിടെ മൂലകമാണ്. പക്ഷേ ജീവൻ്റെ, പ്രകൃതിയുടെ നിലനിൽപ്പിൻ്റെ എല്ലാം അടിസ്ഥാനമാകുന്ന ആ ഏകകം. രണ്ടാമത്തേത് സമൂഹ മനഃശാസ്ത്രം അടിസ്ഥാന വിഷയമാക്കി വിജ്ഞാന കൈരളി ഈ പ്രാവശ്യത്തെ ഈ ലക്കം. കാരണം നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരുപാട്, വിസ്ഫോടനം സൃഷ്ടിക്കുന്ന ഒത്തിരി, മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും ഒരേ സമയം ആശങ്കകളും സൃഷ്ടിക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങളിലൂടെ സമൂഹഗാത്രം കടന്നു പോകുമ്പോൾ സമൂഹ മനസ്സാക്ഷിയെ പലപ്പോഴും അമ്പരപ്പിച്ചുകൊണ്ട് അന്തസ്സുള്ള ഒരു സമൂഹമാണോ എന്ന് നമുക്കൊരു ആശങ്ക ഉളവാക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹ മനഃശാസ്ത്രം പഠന വിഷയമാകുന്നുവെങ്കിൽ അതും തികച്ചും ശ്ലാഘനീയമായ ഒരു കാര്യം. ഈ 2 ദൗത്യങ്ങളും പൂർത്തീകരിച്ചതിന് മ്യൂസ് ഇവിടെ പറഞ്ഞുവല്ലോ. യൗവനാരംഭത്തിൽ നമ്മൾ ഒരാൾ ആരാകും എന്ന് ചുറ്റും നിൽക്കുന്നവർ ചിലപ്പോൾ ഭാവിയിലേക്ക് എത്തി നോക്കും. അങ്ങനെ ആരാകുമോ എന്ന് ആഗ്രഹിച്ചോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചോ അങ്ങനെ ആയിത്തീരുന്ന ഒരാളാണ് ശ്രീമതി മ്യൂസ്. വായനക്കാരി, എഴുത്തുകാരി, സ്വപ്നാടക, ഇതെല്ലാമായിരുന്ന മ്യൂസ് ഇങ്ങനെ തന്നെ ആകുമെന്നാണ് ഞാനും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ മ്യൂസ് പ്രതീക്ഷിച്ച പോലെ ആവില്ല ഞാനൊരു പക്ഷേ ആയിട്ടുണ്ടാവുക. ആ ഒരു അറിവിൻ്റെ പാതയിലെ ആ ഒരു യാത്രയിൽ മ്യൂസും സഹപ്രവർത്തകരും ചേർന്ന് കേരളത്തിന് നേടിത്തരുന്ന ഈ ഒരു സമ്പത്തിന് തീർച്ചയായും സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഞാൻ നന്ദി പറയുകയും അത് ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് വിദ്യാർത്ഥികളിലേക്ക്, സ്കൂളുകളിലേക്ക്, സ്കൂൾ ലൈബ്രറികളിലേക്ക് എത്തിക്കുവാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ ഷാനവാസിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. ഷാനവാസ് സാർ, ഞാൻ വിളിക്കില്ലേ, ഒന്ന് വരാമോ? അധികം ഞാൻ സമയമെടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, 93 അവസാനിപ്പിച്ച, ഡിഗ്രി തലത്തിൽ അവസാനിപ്പിച്ച കെമിസ്ട്രി പഠന
സമാപനത്തിൻ്റെ 30-ാം വാർഷികം കൂടി ഈ ചടങ്ങിനോടൊപ്പം ഞാൻ ആഘോഷിക്കുകയാണ്. അപ്പോൾ അന്ന് അവസാനിപ്പിച്ചിട്ട് പോയിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതിന് വളരെ നന്ദി. പക്ഷേ ഞങ്ങൾ അന്ന് പഠിക്കുമ്പോൾ 112 ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തന്നെ പുള്ളി ഒരു നല്ലൊരു പരിപാടിയായി ചെയ്തു. 96 ആദ്യം കണ്ടുപിടിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ കുറേ കോള വിട്ട് വെച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രതികളെക്കുറിച്ചും സ്മരിക്കാത്ത ഒരു ദിവസവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം. പക്ഷേ ഇപ്പോഴും മനസ്സിലാകുന്നത് ആ മൂലകങ്ങളൊക്കെ എന്തുമാത്രം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ഓർഗാനിസം വരെ 118 വരെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു എക്കോ ഫ്രാൻസിയം എന്ന് പറയുന്ന ഒരു തിയറട്ടിക്കൽ എലമെൻറ്റിനെ കുറിച്ച് തമാശയൊക്കെ കളഞ്ഞിട്ട് പറയാം, നമ്മുടെ എല്ലാം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ അറിവെല്ലാം എന്തുമാത്രം ശുഷ്കമാണെന്നും ഓരോ ദിവസവും കൂടുമ്പോൾ എന്തുമാത്രം അറിവുകൾ നാം ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കണമെങ്കിൽ മെൻ്റലീഫ് വളരെയധികം ഒരു തിയറട്ടീഷ്യനായിരുന്നു, വലിയ ഒരു പ്രഡിക്ടറായിരുന്നു, മുൻകൂട്ടി കാണുവാൻ വേണ്ടി കഴിവുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിയറിയെക്കുറിച്ച് പിൽക്കാലത്ത് ആ ഡിഗ്രിയുടെ ചാബല്യമെല്ലാം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും ഈ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ വലിയ കാലത്തിന് മുൻപേ നടന്ന ഒരു വ്യക്തി കാലം തൻ്റെ പിൻപേ എങ്ങനെ നടക്കണം എന്ന് ഒരു പരിധിവരെ കെമിസ്ട്രിയുടെ കാര്യത്തിൽ മനസ്സിലാക്കിയ ഒരു മനുഷ്യനായിരുന്നു. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഈ ഒരു ചുമതലക്കാരനായിട്ട് നിൽക്കുമ്പോൾ വീണ്ടും മൂലകങ്ങളെക്കുറിച്ച് ഓർപ്പിച്ച ഈ സർവ്വവിജ്ഞാനകോശ വകുപ്പിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി മിനി ആൻ്റി മാഡം പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾ ഇത് തീർച്ചയായിട്ടും പഠിക്കണം. അത് കെമിസ്ട്രി പഠനം മൂലകങ്ങളില്ലാതെ എങ്ങനെ സാധ്യമാകും? അപ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്ര പഠനത്തിൻ്റെ പടവുകൾ കയറി പോകുമ്പോൾ ഈ സർവ്വവിജ്ഞാനകോശം നമ്മുടെ കുട്ടികൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഏറ്റവും കടപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ JPL സാറ്. സാറാണ് മാർഗദർശകൻ. സാറിനെ ഒരു വാക്യമെങ്കിലും പറയാൻ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി, മറ്റു പ്രിയപ്പെട്ടവരെ, നമ്മുടെ സർവ്വവിജ്ഞാന കോശ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെയധികം പുതിയ പ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്ലാനിംഗ് ബോർഡിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വന്ന സമയത്ത് ചില നിർദ്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് വച്ചിരുന്നു. സർവ്വവിജ്ഞാനകോശ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലെ മറ്റ് സർവകലാശാലകളുമായി ചേർന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം വിപുലമാക്കണം എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അതിനെ പൂർണ്ണമായും അതിൻ്റെ അർത്ഥങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ മ്യൂസ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. വിവിധ മാനവീയ വിഷയങ്ങളിലും ശാസ്ത്ര വിഷയങ്ങളിലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ പരിമിതികളും മുൻനിർത്തി കൂടുതൽ അതിൻ്റെ പ്രവർത്തനം വിപുലമാക്കാൻ അവർക്ക് കഴിയും എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ നമ്മൾ കാണുന്നത് ദിമിത്രി മെൻഡലേവ് തയ്യാറാക്കിയിട്ടുള്ള ആവർത്തന പട്ടികയാണ്. പക്ഷേ ആവർത്തന പട്ടിക എന്ന് പറയുന്ന പീരിയോഡിക് ടേബിൾ ഇന്ത്യയിലിപ്പോൾ NCERT പുസ്തകങ്ങളിലില്ല. ഇന്ത്യയിലെ ഭരണകൂടം ആവർത്തന പട്ടിക വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. വേണ്ട എന്ന് തീരുമാനിച്ചതിൽ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും അതുപോലെ തന്നെ നാം കാലാകാലങ്ങളായി അടിസ്ഥാന പ്രമാണമെന്ന നിലയിൽ പഠിച്ചിരുന്ന പല ശാസ്ത്രതത്വങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രസാധനത്തിന് വെറും ഒരു പ്രസാധനം എന്നുള്ളതിനേക്കാൾ വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. കൃതജ്ഞത പറയുന്നതിന് സബ് എഡിറ്റർ ശ്രീ രാജേഷ് കുമാറിന് ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട 2 പുസ്തകങ്ങളുടെയും അണിയറയിൽ പ്രവർത്തിച്ചവർക്കും ഇന്ന് പ്രകാശനം നിർവഹിച്ച് ഈ വേദി ധന്യമാക്കിയ മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഈ സദസ്സിലുള്ളവർക്കും ഈ പുസ്തകം പ്രിൻ്റ് ചെയ്ത CAPTനും എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലും ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുന്നു.